സൂപ്പർ 8-ൽ ഇന്ത്യയുടെ മൂന്നാമത്തെ എതിരാളികളത് ഓസ്ട്രേലിയയാണ്. ഈ മാച്ചിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ജൂൺ 24-ലാണ് മാച്ച് നടക്കുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രതികാരം ഇന്ത്യക്ക് വീട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് ആവേശകരമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യ സൂപ്പർ 8-ന് മുന്നേ സന്നാഹ മത്സരം കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ ഇന്ത്യയുടെ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. വിരാട് കോഹ്ലി കളിച്ചിട്ടില്ല. പുതിയ ഓപ്പണേഴ്സാണിന്ന് കളിക്കാനിറങ്ങിയത്. രോഹിത് ശർമ്മയും ജയ്സ്വാളും. പരിശീലനത്തിൽ ഈ രണ്ട് താരങ്ങൾ ഇറങ്ങിയത് സൂപ്പർ 8-ൽ ജയ്സ്വാളിന് അവസരം കിട്ടുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയെ പരീക്ഷിച്ചത്. കോഹ്ലി ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് കോഹ്ലിയെ ഇനി ഇറക്കാൻ സാധ്യത കുറവാണ്. സൂപ്പർ 8-ലെ ആദ്യ മാച്ചിൽ ജയ്സ്വാളും രോഹിത് ശർമ്മയും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. അതുപോലെ ഇന്ന് സഞ്ജുവിന് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ സൂപ്പർ 8-ൽ ഇറക്കാൻ പദ്ധതിയുണ്ട്. സഞ്ജു ഇന്ന് ഓപ്പണിംഗിൽ അടിച്ചു കളിച്ചിട്ടുണ്ടായിരുന്നു. 5 ഓവറിൻ്റെ ചെറിയ മാച്ചാണെന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജു കിട്ടിയ അവസരം ശരിക്കും മുതലാക്കി. സഞ്ജുവിനെ പരീക്ഷിക്കുകയാണ് രോഹിത് ശർമ്മ. സഞ്ജുവിന് പ്രതിഭയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൂപ്പർ 8-ൽ രോഹിത് ശർമ്മ സഞ്ജുവിനെ കളിക്കാനിറക്കും. സഞ്ജു പരിശീലനത്തിൽ ഇങ്ങനെ അടിച്ചു കളിച്ചതുകൊണ്ട് സൂപ്പർ 8-ൽ സഞ്ജു കളിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. സാധാരണ രോഹിത് ശർമ്മയും കോഹ്ലിയും ഓപ്പണിംഗിൽ കളിക്കുമ്പോൾ ഫ്ലോപ്പാണ് ആവാറ്. എന്നാൽ ജയ്സ്വാളിൻ്റെ കോംബോ രോഹിത് ശർമ്മയ്ക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇന്ന് രോഹിത് ശർമ്മ അടിച്ചു കളിച്ചിരിക്കുന്നത്. സൂപ്പർ 8-ൽ ഇന്ത്യയുടെ എതിരാളികൾ ഓസ്ട്രേലിയയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ട് ഓസ്ട്രേലിയ പേടിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്. കാരണം ഇന്ത്യ മികച്ച ടീമാണ്. ഒരുപക്ഷെ ഓസ്ട്രേലിയൻ ടീമിനെതിരെ സഞ്ജു ഇറങ്ങാൻ സാധ്യതയുണ്ട്. സൂപ്പർ 8-ൽ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ വരുമെന്നാണ് കോച്ച് ദ്രാവിഡ് വ്യക്തമാക്കിയത്. ഒരുപക്ഷെ അവസരം കിട്ടാത്ത താരങ്ങളെ സൂപ്പർ 8-ൽ കളിപ്പിച്ചേക്കും. എന്തായാലും ഇന്നത്തെ പരിശീലന മത്സരത്തിൽ രോഹിത് ശർമ്മ, ജയ്സ്വാള്, സഞ്ജു ഈ 3 താരങ്ങൾ അടിച്ചു കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.